ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 21-ാം തീയതി, ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ ഇരിക്കുന്ന ഈ സമയത്ത് ഈശോ നമ്മോട് പറയുന്നത് ഒരു പിതാവിൻ്റെ കഥയാണ്. നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകൻ തിരിച്ചു വരുന്നതിനു വേണ്ടി പ്രാശ്ചിത്തമെടുത്ത് പരിഹാരം ചെയ്ത് കാത്തിരുന്ന ഒരു പിതാവിൻ്റെ കഥ. ആരാണ് ആ പിതാവ്? പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് കാത്തിരിക്കുന്ന പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ വായിക്കുകയാണ്, ഇളയപുത്രൻ വീട് വിട്ടുപോയി. ഇളയപുത്രൻ വീട് വിട്ടുപോയതിന് ശേഷം പിതാവ് പിന്നെ ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല. പിതാവ് പ്രാർത്ഥനയിലായിരുന്നു. ഇതാ പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ സ്ഥാനത്താണ്. അവൻ കുരിശ് വഹിക്കുകയാണ്, നഗ്നനാക്കപ്പെടുകയാണ്, കുരിശിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. കുരിശിലെ ആണിപ്പഴുതുകളിലേക്ക് കരങ്ങൾ വലിച്ചു നീട്ടപ്പെടുകയാണ്. അവൻ്റെ കരങ്ങളിലേക്ക് കാരിരുമ്പാണികൾ തുളഞ്ഞു കയറുകയാണ്. കുരിശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂക്കി നിർത്തപ്പെടുകയാണ്. ഇതൊരു പരിഹാരമാണ്. നഷ്ടപ്പെട്ടു പോയ, വീട് വിട്ടിറങ്ങിപ്പോയ മനുഷ്യൻ അവൻ തിരികെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണം. അതിനുള്ളൊരു പ്രാശ്ചിത്തം അവൻ ഇതാ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്, ഇളയ മകൻ വീട് വിട്ടു പോയതിന് ശേഷം ആ വീട്ടിൽ പിന്നെ ആഘോഷങ്ങൾ നടന്നിട്ടില്ല എന്ന്. അവൻ മടങ്ങി വരുവോളം ആ പിതാവിൻ്റെ ജീവിതം ഒരു തപസ്സുകാലമായിരുന്നു. നമ്മളിപ്പോൾ തപസ്സുകാലത്തിലാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മടങ്ങി വരവുണ്ടാകണം. ഈ തപസ്സുകാലം നമ്മെ തന്നെ ദൈവഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ളൊരു കാലമാണ്. അതിനപ്പുറം മറ്റു പലരെയും ദൈവഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു കാലമാണ്. പിതാവിൻ്റെ ത്യാഗപൂർണമായ പ്രാർത്ഥന ആ മകനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. നമ്മൾ കരുതരുത് അവന് പന്നി ഭക്ഷിക്കുന്ന തവിട് പോലും കിട്ടാതിരുന്നത് കൊണ്ടാണ് അവന് സുബോധമുണ്ടായതെന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു മനുഷ്യനും സുബോധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദാരിദ്ര്യത്തിലായി, കഷ്ടതയിലായി, ക്ലേശത്തിലായി, അങ്ങനെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ക്ലേശത്തിലും സഹനങ്ങളിലും ആകുന്ന എല്ലാ മനുഷ്യർക്കും സുബോധമുണ്ടാകുന്നുണ്ടോ? കഷ്ടത ഒരുവനെ സുബോധത്തിലേക്ക് നയിക്കണമെന്ന് നിർബന്ധമില്ല. എത്ര കടുത്ത ദാരിദ്ര്യത്തിലും ക്ലേശത്തിലുമായിട്ടും ഒരു ബോധവും കിട്ടാതെ മരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ ഇവന് ചില കഷ്ടതകൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവനെ സുബോധത്തിലേക്ക് നയിച്ചത് ആ കഷ്ടത എന്നതിനേക്കാൾ അവൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയും കാത്തിരിപ്പും പ്രാശ്ചിത്തങ്ങളുമായിരുന്നു. മനുഷ്യനെ രക്ഷയിലേക്ക് നയിച്ചത് മനുഷ്യൻ്റെ പാപം മൂലമുണ്ടായിരുന്ന കഷ്ടതകളൊന്നുമല്ല. അവനെ രക്ഷയിലേക്ക് നയിച്ചത് ഈശോയുടെ കുരിശു മരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ജീവിതം നമ്മെ സ്വർഗമെന്ന് പറയുന്ന ഭവനത്തിലേക്ക് ഇതാ തിരികെ ക്ഷണിക്കുകയാണ്, തിരികെ കൊണ്ടുവരികയാണ്. നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ബറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ അവിടുത്തെ പക്കലേക്ക് തിരികെ വരാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ തിരുവചനം, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും അവിടുത്തെ പക്കലേക്ക് മടങ്ങി വരികയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നടന്ന വഴികൾ, പാപത്തിൻ്റെ വഴികൾ, സുഖലോലുപതയുടെ വഴികൾ, അലസതയുടെ വഴികൾ, അഹങ്കാരത്തിൻ്റെ വഴികൾ, തന്നിഷ്ടത്തിൻ്റെ വഴികൾ, പരസ്പര സ്നേഹമില്ലാതെ വിദ്വേഷത്തിൻ്റെ വഴികൾ, കലഹത്തിൻ്റെ വഴികൾ, ഒറ്റിക്കൊടുക്കലിൻ്റെ വഴികൾ, പഴിചാരലുകളുടെ വഴികൾ, നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം. ജഡികാസക്തികളുടെ വഴികൾ, കണ്ണിൻ്റെ ദുരാശകളുടെ വഴികൾ, ജീവിതത്തിൻ്റെ അഹന്തകയുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പരിശോധിക്കുകയും കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയും ചെയ്യാം. പാപങ്ങൾ ഉപേക്ഷിച്ച്, ഇതാ കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു ദാസനായിട്ടെങ്കിലും എന്നെ കണക്കാക്കണമേ എന്ന് പറഞ്ഞ് അനുതാപത്താൽ വിങ്ങുന്നൊരു ഹൃദയത്തോടുകൂടെ
പിതാവിൻ്റെ പക്കലേക്ക്, അക്രൂശിതൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഓടിയെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ അനുതാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ പാപകരമായ വഴികളിലൂടെ നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തെറ്റിൻ്റെ വഴികളിലൂടെ, ഹല്ലേലൂയ, ജഡമോഹത്തിൻ്റെ വഴികളിലൂടെ, മദ്യാസക്തിയുടെയും ലഹരിയുടെയും വഴികളിലൂടെ സഞ്ചരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മകളുടെ ബന്ധനങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. അവിടുത്തെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതകളാൽ മോചനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. command every evil power to go away from this children of God in the name of Jesus. അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ദുർഭൂതങ്ങളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ അരൂപികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവിന്റെ ആഘോഷത്തിലേക്ക് കർത്താവേ അങ്ങയുടെ മക്കളെ ഇപ്പോൾ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ തപസ് കാലം ഒരു നവീകരണത്തിന്റെ കാലമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകന്നു പോയവർ, എത്തിപ്പിരിഞ്ഞു പോയവർ പരസ്പര സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിൽ ഐക്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അനുരഞ്ജനത്തിന്റെ ആഘോഷമുണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. നമുക്ക് മുട്ടുകുത്താം. ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല ജനതകൾക്ക് വേണ്ടിയും, പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ഈ ആശീർവാദം സ്വീകരിക്കും. ഈശോയേ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, സാധിക്കുന്നവർ ശിരസ് അറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്. നിന്നിൽ നിന്നകന്ന നാളിൽ നിന്നരികിൽ ചേർത്തണയ്ക്കാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നാളെ ഈ സമയത്ത് ഈ വചന ശുശ്രൂഷയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.